സൗഖ്യം നിങ്ങൾ കേട്ടില്ലേ? അച്ചായൻ അത് ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ആ സാക്ഷ്യം അതിനേക്കാൾ ടോപ്പാണ് ആ സാക്ഷ്യം. അതേ വൈദ്യശാസ്ത്രം ഏറെക്കുറെ അത് ഉപേക്ഷിച്ചൊരു കേസാണത്. അതെങ്ങനെ രക്ഷപ്പെട്ടത്? കർത്താവിൻ്റെ കുരിശിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവന്ന് അവിടെ ക്യാൻസർ വയറെ കൈവച്ചിട്ട്, ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. 32 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിന്നെ യേശുനാമത്തിൽ സുഖപ്പെടുത്തണമെന്ന് പറയും. ആ സൗഖ്യം ഇവിടുന്ന് വന്നതാണ്, കർത്താവിൽ നിന്ന് വന്ന സൗഖ്യമാണ്. യേശുക്രിസ്തു നിൻ്റെ ക്യാൻസറിനും മുകളിലാണ്, നിൻ്റെ ആയുസ്സിനും മുകളിലാണ്. ഓരോരോ കാലഘട്ടത്തിലും മനുഷ്യരാശി അനുഭവിക്കുന്ന എല്ലാ ഭൗതിക ആധ്യാത്മിക പരാധീനതകളുടെയും അവസാനത്തെ ഉത്തരമാണ് ഈശോ കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ഉടനെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കെന്നാ ഇങ്ങനെ പറ്റിയത്, ഇങ്ങനെ മാനുഷികമായിട്ടല്ല വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. പത്രോസ് കർത്താവിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. എന്താണ്? മീനില്ലാത്ത കടലിൽ കർത്താവ് വല നിറച്ച് മീൻ കൊടുത്തപ്പോൾ പത്രോസ് എന്നാ ചെയ്തത്? മീൻ കിട്ടാതെ അലഞ്ഞു നടന്ന കടലിൽ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു അല്ലേ? അത് നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെ മറന്നു പോകരുത് കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? കടലിൽ വല നിറച്ച് മീനില്ലാത്ത കടലിൽ രാത്രിയും പകലും പണിപ്പെട്ടിട്ട് മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കി കൊടുത്തപ്പോൾ പത്രോസ് ചെയ്ത് എന്താ? മറ്റു വള്ളക്കാരെ ഗതി കിട്ടാതെ അലഞ്ഞു നടന്നവരെ, അവരെപ്പോലെ പണി കിട്ടാതെ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു. അവിടെ വള്ളങ്ങളെല്ലാം നിറച്ചു കൊടുത്തു. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ പറയും, കർത്താവേ എൻ്റെ വള്ളം നിറച്ചാൽ എൻ്റെ കണ്ണിൽപ്പെടുന്ന കാലിയായ വള്ളങ്ങളെയെല്ലാം നിൻ്റെ നാമത്തെ ആ നിറക്കം കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്ത് സംഭവം ഉണ്ടായാലും ഉടമ്പടി വചനമായിരിക്കണം ഉടമ്പടി ചെയ്തവരുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിക്കണം. കർത്താവ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വലയിറക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവന് രക്ഷയുടെ വഴികളും അവൻ ഭൗതികമായി രക്ഷപ്പെടാനും ഇന്നത്തെ കണ്ണീരിനും രോഗത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും പറ്റണ പോലെയൊക്കെ കർത്താവേ നീ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്നാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങളെ നിലവിലുള്ള ധാരണകളെക്കാൾ ഉന്നതരായ ദൈവപൈതലാക്കി മാറ്റിയിരിക്കും. കാര്യം ഉടമ്പടി നിത്യതയിൽ ചെന്ന് എത്തുന്ന പ്രാർത്ഥനയാണത്. പത്രോസിന് പറ്റിയ മാതൃകയാണ്. അനുഗ്രഹം പകർച്ച കൊടുക്കണ മനുഷ്യൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണ മനുഷ്യൻ, അയൽവാസികളെല്ലാം വിളിച്ചു കൂട്ടി, ഇല്ലാത്തവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പങ്കുവെക്കണ മനുഷ്യനാണ്. അല്ലാതെ അവിടെ മുമ്പിൽ ഞാൻ കേമനായല്ലോ കേമിയായെന്ന് ധരിച്ചാൽ നിൻ്റെ അനുഗ്രഹം പിശാചിലും നീ കൈപ്പറ്റിയ പോലെ ഇരിക്കും. നീ UK പോയി, കാനഡയിൽ പോയി, നീ വലിയ വീടുകൾ വെച്ച് കേരളം ഇന്നൊരു വലിയ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾ താമസമില്ലാത്ത വീടുകൾ, പല വീടുകളിൽ നിന്നൊക്കെ
ഈ ആൾക്കാർ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലേ? ഭൂമി കുലുക്കം ഉണ്ടായിരുന്ന വീടുകളിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ചില ജില്ലകളിൽ ചെന്നാൽ കാണും ഭൂമി കുലുക്കം ഉണ്ടായ പോലെ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുക. 2-3 ബംഗ്ലാവ് പോലൊക്കെ വെച്ചിട്ടിട്ടുണ്ട്, ആരും താമസമില്ല, ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുക. ഇനി വരുമോ എന്ന് ഉറപ്പുമില്ല. വളരെ പ്രായമുള്ള 4-5 വല്യപ്പന്മാരോ അമ്മച്ചിമാരൊക്കെ എവിടെയെങ്കിലും അവിടെ അനക്കമായിട്ടൊക്കെ ഇരിക്കും. അതിന് അത്രേ ഉള്ളൂ. അവരും കുറച്ച് കഴിയുമ്പോൾ തീരുമ്പോൾ അതിന് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കേരളം ആൾക്കാരൊഴിഞ്ഞുപോയ ബംഗ്ലാവുകളുടെ ശവപ്പറമ്പായി മാറുന്നു. കയറിപ്പോണ ആൾക്കാരൊക്കെ ഇല്ലാത്തവരൊന്ന് ഓർത്തേക്കണേ. സുധികട ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 6, 7, 8 വചനങ്ങളാണ് നമ്മളിപ്പോൾ ഉടമ്പടി പ്രകാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ വചനം എന്താ? ലൂക്ക 5:8. അവൻ കർത്താവിൻ്റെ പാദാന്തികത്തിലേക്ക് കമഴ്ന്ന് വീണു എന്നാണ് പറയണത്. ഈ എന്താ കാര്യം? അവനും കൂട്ടുകാരും തങ്ങൾ പിടിച്ച മത്സ്യത്തിൻ്റെ പെരുപ്പത്തെ ഓർത്ത് അതിശയിച്ചു, അത്ഭുതപ്പെട്ടു എന്നാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം കമഴ്ന്ന് വീഴണം. അതാണ് പത്രോസ് പഠിപ്പിച്ചത് നമ്മളെ. നിൻ്റെ ജീവിതത്തിൽ അടയാളം കണ്ടാൽ ദൈവവേദനെ നീ കമഴ്ന്ന് വീഴണം. കമഴ്ന്ന് വീഴുന്നതിൻ്റെ ഗുണമെന്താണെന്ന് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. എന്താണ്? ഞാൻ കർത്താവിൻ്റെ ശക്തനായ കരങ്ങൾക്ക് കീഴെയാണ് കമഴ്ന്ന് വീണതെന്ന്. ഞാൻ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാണ് കണ്ടത്. 1 പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നീ എളിമപ്പെട്ട് നിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുന്തോറും അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. എന്താണ്? എളിമയാണ് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ കമഴ്ന്ന് വീണത്? വീണ്ടും പത്രോസ് പറയും 1 പത്രോസ് 5:5. ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞത് എന്താണ്? കർത്താവ്, ഞാൻ അയോഗ്യനാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ അയോഗ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? നിൻ്റെ വിശുദ്ധി ശക്തിയും ഉൾക്കൊള്ളാനുള്ള അത് എൻ്റെ കഴിവിനേക്കാൾ അപാരമാണ് നീ. അവൻ ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. ദൈവസ്നേഹം മാത്രമല്ല, ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. അവൻ കവിഴ്ന്ന് വീണു. അതാ 1 പത്രോസ് 5:5. എന്തുകൊണ്ടാണ്? ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യം എന്താണ്? കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ മനുഷ്യാവസ്ഥ അനുഗ്രഹം എന്ത് ചെയ്യും? സെമിത്തേരി കൊണ്ടല്ല അനുഗ്രഹം തീരും. പണം കിട്ടിയാലും ജോലി കിട്ടിയാലും പെണ്ണ് കെട്ടിയാലും പുരുഷനെ കല്യാണം കഴിച്ചാലും വീട് വെച്ചാലും എല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും ഇല്ലേ? അപ്പം അനുഗ്രഹത്തിൻ്റെ ഒരു അറുതിയുണ്ട്, അനുഗ്രഹത്തിൻ്റെ ഒരു അറ്റമുണ്ട്. ഭൗതിക വാട്ട് ഈസ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണ് എല്ലാ അതിശയങ്ങളും അത്ഭുതങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം ഒരു അറുതിയുണ്ട്. സെമിത്തേരിയാണ് അതിൻ്റെ മാക്സിമം അറ്റമെന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹത്തിൻ്റെ അറ്റം നിശ്ചയിച്ചിരിക്കണം എവിടെയാ? സെമിത്തേരിയാ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും പിന്നെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? അറ്റവും അറുതിയുമില്ലാതെ കൃപയാണ്. എന്താ കാര്യം? കൃപയാണ് അനുഗ്രഹത്തിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നത്. എന്താ?
കൃപയാണ്. കൃപയും അനുഗ്രഹം ഒന്നല്ല. ബ്ലെസ്സിങ്സ് ആർ ദി ഇഫക്ട്സ് ഓഫ് ഗ്രേസ്. കൃപയുടെ ഫലങ്ങളാണ് നമുക്ക് അനുഗ്രഹങ്ങളായി, ഭൗതിക ആനുകൂല്യങ്ങളായി ലഭിക്കുന്നത്. അപ്പം നീ ഉടമ്പടി നിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തണില്ല. നിന്നെ നീ ഭൗതിക ആനുകൂല്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൃപയാണ്. ഈ സ്ഥാപനത്തിന് കൃപാസനം എന്ന പേര് കൊടുത്തത് 89-ലാണ്. അന്ന് ഓർത്തിലെ കർത്താവ്. പിന്നെ വാഗ്ദാന പേടകവും പിന്നെ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതൊന്നും ചിന്തിച്ചും ആലോചിച്ചും ചെയ്തതല്ല. കർത്താവ് റെഡിമെയ്ഡായിട്ട് വെളിപ്പെടുത്തി തന്നതുപോലെ കിട്ടിയതാണ്. അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയിൽ നീ അനുഗ്രഹം പ്രാപിച്ച് കഴിയുമ്പോൾ ദൈവവേദന നീ കമിഴ്ന്ന് വീഴണം. എന്നിട്ട് പറയണം, കർത്താവ് ഞാൻ യോഗ്യനല്ലാത്തവനാണ് എന്ന് പറയണം. എളിമപ്പെടണം, വിനയപ്പെടണം. പത്രോസ് എന്തുകൊണ്ടാണ് കമന്ന് വീഴുന്നതെന്ന് പത്രോസ് തന്നെ പിന്നീട് പറയണത് അവൻ്റെ ലേഖനത്തിലാണ്. 1 പത്രോസ് 5:5 1 പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിൽക്കുന്നവരെ വിനയപ്പെടാതെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിത്യത വരെ വിശുദ്ധ പത്രോസിനെ പോലെ വിനയത്തോടെ നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശ്രമിക്കുവാണ്. ഈശോയെ സ്തുതി. കൃപാസനം പ്രസാദോര മാതാവേ സ്വസ്തി. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റാഫേൽ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. 66 വയസ്സ് എനിക്ക് പ്രായമുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഡോക്ടർമാരായ എൻ്റെ 2 മക്കളും 2022 മുതലും 2023 മുതലും ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടി എന്നാൽ അത് കാര്യസാധ്യതയിനുള്ള ഒരു കുറുക്കുവഴി അല്ല എന്നും അത് ഒരു ജീവിത രീതി ആണെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഉടമ്പടിക്ക് ഞാൻ പരിപൂർണ പിന്തുണ കൊടുത്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പരിപൂർണ പിന്തുണ എന്ന് പറയുമ്പോൾ അവരോടൊപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ അവർ പത്രം കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ പോകുമായിരുന്നു. അതുപോലെ അവർ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ അതിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം സാമ്പത്തികമായും അതുപോലെ തന്നെ ഭൗതികമായും ഞാൻ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെയുള്ള ധ്യാന പ്രസംഗവും രാവിലെയുള്ള പ്രസംഗങ്ങളും എല്ലാം ഞങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ മുമ്പൊക്കെ പാട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങളത് നിർത്തിയിരിക്കുകയാണ്. പാട്ടിന് പകരം അച്ഛൻ്റെ പ്രസംഗങ്ങൾ ആണ് ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഇപ്പോൾ വയ്ക്കുന്നത്. ആ കാര്യങ്ങളാണ് ഉടമ്പടിയിൽ ഞങ്ങളെ പൂർണ്ണമായും ഉറപ്പിച്ച് നിർത്തുന്നത്. ഇതുകൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ മാതാവ് ഉടമ്പടി എടുത്തിട്ടില്ലാത്ത
എൻ്റെ ജീവിതത്തിലും ഇടപെട്ടത്. ഞാനൊരു റിട്ടയേർഡ് ഗവൺമെൻറ് കോളേജ് അധ്യാപകനാണ്. 2015 റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ തൃശ്ശൂരുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ 2015 മുതൽ പഠിപ്പിച്ച് ഒരു കുഴപ്പമില്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. 2023 മാർച്ച് മാസത്തിൽ ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അടിവയറ്റിൽ ശക്തമായ വേദന വന്നു. എടുത്തുകൊണ്ടിരുന്ന ക്ലാസ് ഞാൻ ഒരുവിധം പൂർത്തിയാക്കി ഉടനെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, ഒരു അബ്ഡമൻ സ്കാൻ കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൂടാതെ എൻ്റെ ലിവറിൽ ഒരു മുഴ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉടനെ പോയി ഒരു ഗ്യാസ്ട്രോ സർജനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ വന്ന് ഗ്യാസ്ട്രോ സർജനെ കണ്ടു. ഗ്യാസ്ട്രോ സർജൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ ഒരു ദൈവാനുഗ്രഹം ഉള്ളതുപോലെ തോന്നുന്നു. കാരണം നിങ്ങളുടെ ലിവറിൽ വന്നിരിക്കുന്ന ഈ മുഴ ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ HCC എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ക്യാൻസറാണ്. ഈ ക്യാൻസർ സാധാരണഗതിയിൽ തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല, യാതൊരു ലക്ഷണങ്ങളും കാണിക്കില്ല. എന്നാൽ ഇത് ലക്ഷണങ്ങൾ കാണിച്ചു വരുമ്പോഴത്തേനും എല്ലാം കൈവിട്ട് പോയിരിക്കും. സാധാരണ ഈ അസുഖം വന്നുപെട്ടാൽ ആയുസ് 2-3 വർഷത്തിൽ കൂടുതലാവില്ല. അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്ന് നമ്മുടെ മാതാവ് ഇങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടെന്ന് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നു. മാതാവിൻ്റെ ആ ഇടപെടൽ കൊണ്ടായിരിക്കണം ഈ അസുഖം എനിക്കുണ്ടെന്ന് അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അറിയാൻ സാധിച്ചത്. അങ്ങനെ ക്യാൻസറാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. അവളുടെ മുഖത്ത് യാതൊരു വിഷമമോ സങ്കടമോ സങ്കോചമോ പരിഭ്രമമോ ഒന്നും കാണുന്നില്ല. ഡോക്ടറുടെ അടുത്ത് നിന്ന് ഞാൻ പുറത്ത് കിടന്നപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു വിഷമവുമില്ലല്ലോ, നീ ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാനൊന്നും പേടിക്കുന്നില്ല, ഞാൻ ഉടമ്പടിയിലാണ്. എൻ്റെ ഭാര്യ പറഞ്ഞതാണ്, ഞാൻ ഉടമ്പടിയിലാണ്, എനിക്ക് യാതൊരു പേടിയുമില്ല. ഡോക്ടർ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉടമ്പടി നൽകുന്ന ധൈര്യത്തെപ്പറ്റി. ഉടമ്പടി നമുക്കെല്ലാവർക്കും മനോധൈര്യവും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ശക്തിയും പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അവളുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമാവുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് തൽക്കാലം ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ സർജറി നടത്തി ആ മുഴ കളഞ്ഞു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലിവറിൽ വീണ്ടും മുഴ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സ്കാനിങ്ങിൽ വീണ്ടും മുഴ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് ഇനി ഒരു വഴിയേയുള്ളൂ, അതായത് നിങ്ങളുടെ ലിവർ മാറ്റിവെക്കണം, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റിനുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങി. എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ലിവർ തരാൻ പറ്റില്ല, ബ്ലഡ് ഗ്രൂപ്പ് മാച്ചല്ല, ലിവർ തരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും കൈവിടാതെ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കണം മാതാവ് ലിവർ ട്രാൻസ്പ്ലാന്റിനുള്ള ഒരു ഡോണറെ, അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹിന്ദു സഹോദരിയായിരുന്നു, ലിവർ ഡോണറെ തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന കുറച്ച് പണം ആ സമയത്ത് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങൾക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ദിവസവുമുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ മരുന്നുകളെയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളെയോ അല്ല സ്വീകരിച്ചിരുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ തൈലം
ഞങ്ങൾ പുരട്ടും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം കൃത്യമായി ചെയ്യും. എല്ലാ കാരുണ്യ പ്രവൃത്തികളിലും ഞങ്ങൾ പോയി പങ്കെടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ഡോക്ടർ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യണം, എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഹോസ്പിറ്റലിലെ കാർഡിയോളജി, ഡെൻ്റൽ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ടെസ്റ്റ് ചെയ്തു. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴാണ് അടുത്ത ഒരു പ്രശ്നം നേരിട്ടത്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിച്ചു, എനിക്ക് ഒരു പ്രധാനപ്പെട്ട ആർട്ടറിയിൽ ഒരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് ഉള്ളപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ സമയത്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ ചെയ്യുന്നത് അപകടമാണ്, അത് ചെയ്യാൻ സാധിക്കില്ല, ഈ ബ്ലോക്കിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു. ബ്ലോക്കിനെ മാറ്റണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, സ്റ്റെൻ്റ് ഇട്ട് ശരിയാക്കണം. പക്ഷേ സ്റ്റെൻ്റ് ഇടുകയാണെങ്കിൽ അത് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 6 മാസം കഴിഞ്ഞേ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന സംഭവം നടക്കുകയുള്ളൂ. ആ 6 മാസത്തിനുള്ളിൽ ലിവറിലെ ക്യാൻസർ എവിടം വരെ എത്തുമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണം, അതുപോലെ തന്നെ ലിവർ ഡോണർ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നു. അതായത് മെറിറ്റുകൾ ഒത്തുവന്നു. പക്ഷേ ആ മെറിറ്റുകൾ ഉണ്ടെങ്കിലും ഈ കാര്യം നടക്കുന്നില്ല. മെറിറ്റ്, അച്ഛൻ പറയാറുള്ളത് പോലെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഈ ബ്ലോക്ക് കാരണം അത് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഡോക്ടർ പറയുന്നത് ബ്ലോക്ക് മാറ്റാതെ ഒരു നിവൃത്തിയില്ല എന്നാണ്. ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുടുംബസഹിതം ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഭാര്യയും മക്കളും അപ്പോഴും ഉടമ്പടിയിലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനെ കണ്ടു. അങ്ങനെ ഈ അൾത്താരയ്ക്ക് മുന്നിൽ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ ഈ രോഗമുള്ള ലിവറിൻ്റെ ഭാഗത്ത് സൈത്ത് പൂശി. അതുപോലെ തന്നെ അച്ഛൻ ആ കുരിശ് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ തന്നു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും അച്ഛൻ ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിച്ചു. അതോടെ എൻ്റെ എല്ലാവിധ ഭയങ്ങളും മാറി. എനിക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ പേടി തന്നെയായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ട്രാൻസ്പ്ലാന്റ് നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക. എന്നാൽ അച്ഛനെ കണ്ടതോടുകൂടി ആ പേടിയും ഭയവും എല്ലാം മാറിപ്പോയി. പിന്നീട് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയ്ക്കും മക്കൾക്കുമൊന്നും യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അവർ ധൈര്യം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ച് പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഒരു ടെസ്റ്റുണ്ട്, FFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ സംബന്ധിച്ചുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ടെസ്റ്റിൽ കിട്ടുന്ന വാല്യൂ 0.8 മുകളിലാണെങ്കിൽ ഞാൻ ട്രാൻസ്പ്ലാന്റിനുള്ള അപ്രൂവൽ തരാം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തായാലും ഡോക്ടർ ചെയ്തോളൂ, ഞങ്ങൾക്കൊരു പേടിയുമില്ല, അത് മാതാവ് ശരിയാക്കി തരും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് അത് ചെയ്യാൻ പറഞ്ഞത്. ഏതാണ്ട് ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ടെസ്റ്റും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ടെസ്റ്റിന് വേണ്ടി കാത്ത് ലാബിൽ അതിൻ്റെ ടേബിളിൽ കിടക്കുകയാണ്. ആ ടേബിളിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ എൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ തൈലം എൻ്റെ ശിരസിലും എൻ്റെ നെഞ്ചിലും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തും തൈലം പുരട്ടി അവൾ കൈവച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ എൻ്റെ ഇടത്ത് കൈയിൽ മുറുകെ പിടിച്ചു. അവിടെ ഡോക്ടർമാർ ഈ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വേറൊന്നും ചെയ്തില്ല, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു.
ചൊല്ലിക്കൊണ്ടിരുന്നു, തുടർച്ചയായി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഇത് ചെയ്യുമ്പോൾ അനസ്തേഷ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർമാരുടെ സംസാരമൊക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ അത്ഭുതത്തോടു കൂടി മറ്റൊരു ഡോക്ടറോട് പറയുന്നത് ഞാൻ കേട്ടു, വാല്യൂ 0.85, 0.8 മുകളിലാണെങ്കിൽ സർജറി ചെയ്യാം, വാല്യൂ 0.85 എന്ന് കണ്ടു. ഡോക്ടർക്ക് തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ടെസ്റ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ എന്നുള്ളത് തീർച്ചയാക്കാൻ വേണ്ടി ടെസ്റ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴും ഈ വാല്യൂ ആ ലെവലിൽ തന്നെയാണ്. അതിനുശേഷം ഈ സർജറി കഴിഞ്ഞ മാർച്ച് 27-ാം തീയതി വിജയകരമായി നടന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ സർജറി എനിക്ക് നടത്തുവാനും അതേപോലെ തന്നെ ഞാനിപ്പോൾ ആയുസ്സോടെ ഈ തിരുവാൾത്താരയുടെ മുന്നിൽ നിൽക്കാനും കാരണം. ഞങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. എങ്കിലും അമ്മേ മാതാവേ 1000 നന്ദി. അമ്മയുടെ ഒരേ ഒരു അനുഗ്രഹമാണ് എൻ്റെ ആയുസിൻ്റെ പിൻബലം. ഞാനൊരു ഡോക്ടറാണ്, എന്നിട്ട് പോലും എൻ്റെ കയ്യിൽ കുറേ മെറിറ്റുകളുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കുറേ മെറിറ്റുകളുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്പ ഈ ആൾത്താരയിലെ ജീവനോടെ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരൊറ്റ ബലത്തിലാണ്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിന് കോടാനുകോടി നന്ദി. എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. അവർ കാരുണ്യ പ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യാറുണ്ട്. പാവങ്ങൾക്ക് മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് പൈസ കൊടുക്കുകയും, അത് ഹസ്ബൻഡാണെങ്കിലും അത്യാവശ്യം പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് അതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രവിതരണം, മക്കളാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോറിക്ഷക്കാർക്കും എല്ലാവർക്കും നടന്ന് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെയുള്ളവർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ പ്രേക്ഷിത വേലകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. മാതാവിന് കോടാനുകോടി നന്ദി.